الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم إن الله لا يستحيي أن يضرب مثلا ما بعوضة فما فوقها فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒന്നല്ല എന്ന് കഴിഞ്ഞ 2 ആഴ്ചയിലെ കുത്തുബയിലൂടെ നാം മനസ്സിലാക്കി. മതപരമായ വിജ്ഞാനം, അടിസ്ഥാനപരമായ കാര്യങ്ങൾ എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും നാം മനസ്സിലാക്കി. ഭൗതിക വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തമായ തലങ്ങളുണ്ട്. എല്ലാവരും എല്ലാം പഠിക്കേണ്ടതില്ല. ഭൗതിക വിജ്ഞാനം നേടുന്നത് ഗുണമാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നതാണ്. അവിടെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഹറാമായ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്ന വിജ്ഞാനം ഒഴിവാക്കി ഭൗതികമായ ജ്ഞാനം നേടുന്നത് ഗുണകരം തന്നെയാണ്. കാരണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്, ദീനീ നിഷ്ഠയുള്ള ഒരാളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാവും. മതവിജ്ഞാനമുള്ള, അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വാസമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശലോകങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങളെക്കുറിച്ചുള്ള അറിവ് അവൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ റബ്ബ് ഖുർആനിൽ പറഞ്ഞത് സത്യമാണ് എന്ന് റബ്ബിൻ്റെ അസ്തിത്വം കൂടുതൽ അവന് ബോധ്യമാകും. ഭൗതിക വിജ്ഞാനം ഇല്ലാതെ തന്നെ അവൻ വിശ്വസിച്ചവനാണ്. ഓരോ കണ്ടുപിടുത്തങ്ങളിലൂടെ, അറിവിലൂടെ, നിരീക്ഷണത്തിലൂടെ മനുഷ്യൻ നേടുന്ന അറിവ് പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച്, സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം വരും. സൂറത്ത് അൽ-ബഖറയിലെ 164-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ഉണ്ട്.
والفلك التي تجري في البحر بما ينفع الناس. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ചരക്കുകളുമായി കടലിലൂടെ തിരമാലകളെ മുറിച്ചു കടക്കുന്ന കപ്പലുകളുടെ സഞ്ചാരത്തിലും ഉണ്ട്. ആകാശലോകത്തുനിന്ന് അല്ലാഹു മഴ വർഷിപ്പിക്കുന്നതിലും ഉണ്ട്. എന്നിട്ട് നിർജീവമായ ഭൂമിയെ മഴ വർഷിപ്പിച്ച് ജീവനുള്ളതാക്കുന്നതിലും ഉണ്ട്. ഭൂമിയിൽ അല്ലാഹു വ്യാപരിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങളിലും ഉണ്ട്. കഴിഞ്ഞില്ല. കാറ്റുകളുടെ ഗതിവിഗതികളിലുമുണ്ട്. മഴമേഘങ്ങളുടെ ഗതിവിഗതികളിലും. അൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർദ്, ആകാശത്തിന്റെ ഭൂമിയുടെയും അല്ലാഹു നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ള കാർമേഘങ്ങളുടെ സഞ്ചാരങ്ങളിലുമുണ്ട്. ആയാത്തിലെ ഖൗമി യഅഖിലൂൻ, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഏറെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞതാണ്. റബ്ബാണ് ഈ പറയുന്നത്. അപ്പോ ആകാശലോകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ, ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, എന്തുകൊണ്ട് രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, ഭാരമേറിയ ചരക്കുകളുമായി ആഴമേറിയ സമുദ്രങ്ങളിൽ തിരമാലകളെ മുറിച്ചു സഞ്ചരിക്കാൻ കപ്പലുകൾക്ക് സാധ്യമായത് എങ്ങനെയെന്ന് പഠിക്കുമ്പോൾ, നിർജീവമായ മരുഭൂമിയായി തീർന്ന ഭൂമിയിൽ മഴ വർഷിപ്പിച്ച് പച്ച പുതക്കുന്നത് മനുഷ്യര് കാണുമ്പോൾ, ഭൂമിയിലെ ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞില്ല. കാർമേഘങ്ങളെയും കാറ്റിനെയും ഒന്നിച്ചാണ് പറഞ്ഞത്. അല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റഹ്മത്തായ മഴയുടെ മുന്നോടിയായി സന്തോഷ വാർത്തയായി കാറ്റുകളെ അയക്കുന്ന. ഒരു കാറ്റല്ല മഴ പെയ്യിക്കുന്നത് സഹോദരങ്ങളെ, അതാണ് റിയാഹ് എന്ന് പറയാം. റീഹ് എന്ന ഏകവചനം ശിക്ഷയുടെ കാറ്റിനെ കുറിച്ചാണ് ഖുർആൻ ഉപയോഗിച്ചത്. ശിക്ഷയുടെ കാറ്റ്, നാശത്തിന്റെ കാറ്റ്. റിയാഹ് ബഹുവചനം ഉപയോഗിച്ചത് കാരുണ്യത്തിൻ്റെതായിട്ടാണ്. കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിടത്തേക്ക് അത് പരത്തുന്നു. വീണ്ടും മറ്റൊരു കാറ്റ് അതിനെ കട്ടിയാക്കുന്നു, മറ്റൊരു കാറ്റ് അതിനെ ഘനീഭവിപ്പിക്കുന്നു. പ്രഷർ ചെലുത്തണം, കംപ്രസ് ചെയ്യാൻ പറയും. അപ്പോൾ വെള്ളം ഇങ്ങനെ അതിൽ ഒരു മഴ രൂപീകരണം എങ്ങനെയെന്ന് ശാസ്ത്രം പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പ്രയോഗങ്ങൾ അത്ഭുതമാണ്. സത്യവിശ്വാസിക്ക് അമ്പരപ്പുണ്ടാക്കും റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറഞ്ഞ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. അതിലൊക്കെയും ആയാത്തിന്റെ ഖൗമിയഖിലൂൻ, ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. ചിന്തിക്കുന്നവർക്ക്. ജീവജാലങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ, അതായത് ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ച് വ്യാപരിപ്പിച്ചിട്ടുള്ള ജീവജാലങ്ങൾ. അത് കരയിലുണ്ട് വലുതും ചെറുതും, കടലിലുണ്ട് വലുതും ചെറുതും, കാട്ടിലുണ്ട് വലുതും ചെറുതുമൊക്കെയായി എണ്ണിത്തീർക്കാൻ പറ്റാത്ത ജീവജാലങ്ങൾ. ഇതിൻ്റെ പഠനവും മനുഷ്യനെ അമ്പരപ്പിക്കുന്നതാണ്. ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യമാവുന്നതാണ്. റബ്ബ് അത് സത്യമാണ് എന്ന് റബ്ബിൻ്റെ സൃഷ്ടി മഹാത്മ്യം, അവൻ്റെ ഈമാൻ വർദ്ധിക്കാൻ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അവൻ പറഞ്ഞു, റബ്ബേ ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. ഇന്ന് ഇങ്ങനത്തെ പഠനമല്ലല്ലോ നടക്കുന്നത്, ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. ഭൗതിക വിജ്ഞാനം ഈമാൻ വർദ്ധിപ്പിക്കുന്നു പറഞ്ഞത് ആദ്യകാലത്ത് ജോലിക്ക് വേണ്ടിയല്ല പഠിച്ചിരുന്നത്, അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് നമ്മങ്ങനെ മുറിച്ച് 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 കോഴ്സാക്കി, ഇന്ന ജോലിക്ക് ഇന്ന കോഴ്സ്, ഇന്ന ജോലിക്ക് ഇന്ന കോഴ്സ്. അതല്ലത്. ഇത് ചിന്തയാണ്, അറിവാണ്, നിരീക്ഷണമാണ്, ഗവേഷണമാണ്. അത് ജോലിക്ക് വേണ്ടിയിട്ടല്ല, അറിയാൻ. അറിയുന്നതിലൂടെ ദുനിയാവിലെ ജീവിതം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആത്മീയമായി അള്ളാഹു അറിയിച്ച കാര്യങ്ങൾ സത്യമാണ് എന്ന് ഉറച്ച ബോധ്യം വരും. ഫിറഔൻ പരിഹസിച്ചുകൊണ്ട് മൂസാ നബിയോട് ചോദിച്ചില്ലേ,
ഞാനൊക്കെ ഈജിപ്തിലെ റബ്ബായിട്ട് ഇവിടെ ഉള്ളപ്പോൾ മൂസ ഹാറൂൻ വന്നിട്ട് പറയുന്നു റബ്ബുൽ ആലമീനെ കുറിച്ച്. അത് ആരാ മൂസ? അത് ആരാ? മറുപടി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നു. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അത് ആരാണ്? ഞാനല്ലേ റബ്ബ്. പിന്നെ അപ്പുറത്ത് വേറെ റബ്ബാ, പിന്നെ വേറെ റബ്ബാര്. അപ്പോൾ മൂസാ നബി പറഞ്ഞു ഞാൻ പറയുന്ന റബ്ബ് എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ച് ഒരു പ്രകൃതി നൽകി ഓരോന്നിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നവൻ ആരാണോ അവനാണ് റബ്ബുൽ ആലമീൻ. നീ ഒന്നിനെയും പടച്ചിട്ടില്ല. ഫിറഔൻ ഈജിപ്തിന്റെ ഭരണാധികാരി എന്നത് സത്യം, പക്ഷേ നീ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനും പ്രകൃതം നൽകാൻ നിനക്ക് സാധ്യമല്ല, ഒന്നിനും മാർഗദർശനം നൽകാനും നിനക്ക് സാധ്യമല്ല എന്ന് മൂസാ നബി പറഞ്ഞില്ലേ? അക്കൂട്ടത്തിൽ ഒരു ചെറിയ ജീവിയെക്കുറിച്ച് ഖുർആന്റെ പരാമർശം വിശ്വാസികളെ അമ്പരപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്ത്, അൽ ബഖറ സൂറത്തിലെ 26-ാമത്തെ ആയത്ത്. എന്താണതിൽ അല്ലാഹ് പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ. ശ്രദ്ധയോടെ നിങ്ങൾ കാതോർത്ത് കേൾക്കണം. ഇത് നിശ്ചയമായും അല്ലാഹു ഒരു കൊതുകിനെ ഉദാഹരിക്കാൻ ലജ്ജിക്കുകയില്ല. റബ്ബുൽ ആലമീനായ തമ്പുരാനാണ്, അത്യുന്നതനാണ്, ഏറ്റവും വലിയവനാണ്. ആ റബ്ബ് നിസ്സാരമായ ഒരു കൊതുകിനെ നിങ്ങൾക്ക് ഉദാഹരിച്ച് പറഞ്ഞു തരാൻ റബ്ബ് മടിക്കില്ല. ഫമാ ഫൗഖഹ, അതിൻ്റെ അപ്പുറത്തുള്ളതിനായാലും. ഫഅമ്മല്ലദീന ആമനൂ, അങ്ങനെ അല്ലാഹു നിസ്സാരമായ ഒരു ജീവിയെ ഉദാഹരിക്കുമ്പോൾ സത്യവിശ്വാസികൾ മനസ്സിലാക്കും അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ഇത് റബ്ബിൽ നിന്നുള്ള സത്യമാണ് എന്ന് അവന് ബോധ്യം വരികയാണ്. ആ വചനം പഠിക്കുമ്പോൾ അവന് ബോധ്യം വരികയാണ് ഇത് സൃഷ്ടികൾക്ക് പറയാൻ പറ്റിയ വർത്തമാനമല്ല, ഇത് റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ നിന്നുള്ള സത്യമാണ് എന്ന് വിശ്വാസികൾക്ക് ബോധ്യം വരും. വഅമ്മല്ലദീന കഫറു, നിഷേധികളോ, അല്ലാഹുവിനെ നിരാകരിക്കുന്ന, റസൂലിനെ നിരാകരിക്കുന്ന, ഖുർആനിനെ നിരാകരിക്കുന്ന, പരലോക ജീവിതത്തെ തന്നെ നിരാകരിക്കുന്ന നിഷേധികളെ സംബന്ധിച്ചോ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല, അവർ അമ്പരന്ന് ചോദിക്കാണ് എന്തിനാണ് ഇപ്പൊ ദൈവം ഇങ്ങനെ കൊതുകിനെ പറ്റി പറഞ്ഞത്? എന്തിനാ? എന്താ ഉദ്ദേശം? റബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അക്ബർ, ഏറ്റവും ഉന്നതൻ. കൊതുകോ നിസ്സാരമായ ഒരു ജീവി. അങ്ങനെയുള്ള അത്യുന്നതനായ ദൈവത്തിന് എന്തിനാണ് എന്താ ദൈവം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലാഹ് പറഞ്ഞു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ അതുകൊണ്ട് ഒരൊറ്റ ഉപമ കൊണ്ട് തന്നെ അള്ളാഹ് അനേകം പേരെ വഴി പഴപ്പിച്ച് കളയും. ഒരൊറ്റ ഉപമ പറഞ്ഞിട്ട് ആളുകളെ പഴപ്പിച്ച് കളയും. കുറെ ആൾക്ക് ഹിദായത്ത് നൽകും ഈ ഒരൊറ്റ ഉപമ കൊണ്ട്. ഒരു കൊതുകിന്റെ ഉപമ കൊണ്ട് പഴപ്പിക്കേണ്ടവരെ പഴപ്പിക്കും, ഹിദായത്ത് നൽകേണ്ടവരെ ഹിദായത്ത് നൽകും. ഹിദായത്ത് നൽകപ്പെടുന്നവരിൽ അള്ളാഹു നാമേവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിഴച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, ഇത്തരം ഉപമകളെ കൊണ്ട് അള്ളാഹു തെമ്മാടികളെയല്ലാതെ തോന്നിവാസികളെയല്ലാതെ അള്ളാഹു പിഴപ്പിക്കുകയില്ല. വിശ്വാസിക്ക് ഈ ഉപമ ഗുണം ചെയ്യുമ്പോൾ നിഷേധിക്ക് ഈ ഉപമ നിഷേധത്തിലേക്കും പരിഹാസത്തിലേക്കും മതത്തെ തന്നെ നിരാകരിക്കുന്ന, അള്ളാഹുവിനെ തന്നെ നിരാകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിഴപ്പിക്കും. ഖുർആനിൽ അങ്ങനെ അനേകം ജീവജാലങ്ങളെ കുറിച്ചുള്ള ഉപമകളുണ്ട്.
ആ ഉപമകളിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം ബോധ്യം വരും. കൊതുകെന്ന നിസ്സാര ജീവിയെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിനെ അടിച്ചു കൊല്ലാൻ തോന്നും. അങ്ങനെ മൂളി വരുമ്പോൾ തന്നെ അതിനെ അടിച്ചു കൊല്ലാൻ തോന്നുന്ന അനേകം രോഗാണുക്കൾ പരത്താൻ ഇടയാക്കുന്ന കൊതുക്, ആ കൊതുകിനെ സൃഷ്ടിച്ചതിലും ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു തരുമ്പോൾ ചിന്തിക്കുന്ന മനുഷ്യൻ ഏറെ പഠിക്കാൻ അതിൽ തന്നെയുണ്ട്. അള്ളാഹു നൽകുന്ന ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഈമാനുള്ള യഥാർത്ഥ വിശ്വാസിയായി മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ തഖ്വല്ലാഹ്. അള്ളാഹനെ സൂക്ഷിക്കണമെന്ന് ഒന്നുകൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് ഹിദായത്ത് നിലനിർത്തി അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നിഷേധത്തിലേക്കും പിഴക്കലിലേക്കും പോകുന്നതിൽ നിന്ന് അള്ളാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. കൊതുകിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊതുകിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത്തിദ് ദുനിയാ തസിനു ഇൻദല്ലാഹി ജനാഅ ബഅദത്തിൻ. ഇത് റസൂൽ പറഞ്ഞു കൊതുകിനെ പറ്റി. ഈ ദുനിയാവിന് മനുഷ്യന്മാർ മത്സരിച്ചോടുന്ന ഈ ദുനിയാവില്ലേ, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് കിട്ടണം, എനിക്ക് സമ്പാദിക്കണം, എനിക്ക് കൂട്ടിവെക്കണം, എൻ്റേതായിരിക്കണം വലുത്, എൻ്റേതായിരിക്കണം വില കൂടുതൽ എന്നാഗ്രഹിച്ചുകൊണ്ട് ഓടി നടക്കുന്ന മനുഷ്യരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ദുനിയാവിന് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ തൂക്കം റബ്ബ് കൽപ്പിച്ചിരുന്നെങ്കിൽ, ശ്രദ്ധിക്കണം, കൊതുകിന്റെ ചിറകിന്റെ തൂക്കം ഈ ദുനിയാവിന് റബ്ബ് കൽപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാഫിറും ഒരിറക്ക് വെള്ളം കുടിപ്പിക്കുമായിരുന്നില്ല. മനസ്സിലായില്ല? റബ്ബിന്റെ അടുക്കൽ ദുനിയാവിന് അല്പമെങ്കിലും തൂക്കമുണ്ടായിരുന്നെങ്കിൽ ഒരു കാഫിറും വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം കാഫിർ അള്ളാഹിനെ തന്നെ നിരാകരിക്കുന്ന ആളല്ലേ, അള്ളാഹിന്റെ റസൂലിനെ നിരാകരിക്കുന്ന ആളല്ലേ, അള്ളാഹിന്റെ ഖുർആനെ നിരാകരിക്കുന്ന ആളല്ലേ. ഇവിടെ അവൻ കുടിക്കുക ഏത് വെള്ളമായിരിക്കും? ഇവിടെ അവൻ കുടിക്കേണ്ടി വരെ അള്ളാഹ് ഇറക്കിയ വെള്ളം, അല്ലാതെ വെള്ളം ഉണ്ടാക്കാൻ അവന് പറ്റൂല. 2 ഹൈഡ്രജനും 1 ഓക്സിജനൊക്കെ ചേർന്ന വെള്ളം എന്നൊക്കെ സയൻസൊക്കെ പഠിക്കാം. ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ അള്ളാഹ് ഇറക്കിയ വെള്ളം തന്നെ വേണം. അവന് വിശന്നാ വല്ലതും കഴിക്കാൻ പറ്റുമോ? അള്ളാഹ് മുളപ്പിച്ചതല്ലാത്ത, അള്ളാഹ് സൃഷ്ടിക്കാത്ത എന്തെങ്കിലും ഈ ഭൂമിയിലുണ്ടാ? പിന്നെ കാഫിർ നമ്മളെക്കാൾ കൂടുതൽ കുടിക്കുന്നു, തിന്നുന്നു. സത്യം, സ്വർഗല്ലേ ദുനിയാവ്, സ്വർഗല്ലേ കാഫിർ. ഭൂമിന്നല്ല നിബന്ധനകളുള്ളത്. ഇന്നത് തിന്നരുത്, ഇന്നത് കുടിക്കരുത്, ഇത്ര വരെ ആകാവും, ഇത്ര കുടിക്കാം, ഇത്ര തിന്നാം. നിബന്ധനയുണ്ട്. മൂമിൻ കാഫിറിനതില്ല. അവൻ്റെ ഇഷ്ടമനുസരിച്ച് തിന്നുകയോ കുടിക്കുകയോ ചെയ്യും. അങ്ങനെ ഇപ്പം നടക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാണ് റസൂൽ പറയും, ദുനിയാവിനുള്ള ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ആ വില കൽപ്പിക്കാതിരിക്കുന്നതിനും ഉപയോഗിച്ചത് എന്താ? കൊതുകിൻ്റെ ചിറക്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം, അവിടെ നിന്ന് തന്നെ തുടങ്ങാം, ചിറകിൽ നിന്ന് തുടങ്ങാം. റസൂലിന്റെ ചിറകല്ലേ പറഞ്ഞത്? അറബി ഭാഷയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും
നിസ്സാരമായ തൂക്കമില്ലാത്ത വസ്തുവിന് ഉദാഹരണമായിട്ടാണ് മനുഷ്യർ കൊതുകിൻ്റെ ചിറകിനെ പറഞ്ഞിട്ടുള്ളത്. റസൂൽ അത് തന്നെയാണ് പറഞ്ഞത്. ട്രാൻസ്പാരൻ്റാണ് ചിറക്. ആ കൊതുകിൻ്റെ ചിറക് നോക്കിയാൽ അത് ഒരു അക്ഷരത്തിൻ്റെ മീതെ വെച്ചാൽ അക്ഷരം വായിക്കാം, മറയില്ല. അത്രയും നൈസാണ്, ട്രാൻസ്പാരൻ്റാണ് ആ കൊതുകിൻ്റെ ചിറക്, തൂക്കമില്ല. ആ ചിറക് കൊണ്ട് പറഞ്ഞിട്ടല്ലേ കൊതുക് വരുന്നത്. അതിൽ ഒരു ഫ്രെയിം അതിൻ്റെ ഉള്ളിലുണ്ട്. ചിറക് തന്നെ മൊത്തം നമ്മൾ കാണുമ്പോൾ എത്രയുണ്ട്? ഒരു ഫ്രെയിം അതിലുണ്ട്. അതിന് വേണ്ട എല്ലാ ഫ്രെയിം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ മുകളിലല്ലേ ചിറക്. കോഴി, കാക്ക, ഇതിനൊക്കെ ചിറകുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിന് ബലം കൊടുക്കാൻ ഒരു ഫ്രെയിം ഉണ്ടാവില്ലേ? അതേപോലെ കൊതുകിൻ്റെ ചിറകിലുണ്ട്. അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു യുക്തിവാദി നേതാവ്, വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, ബുദ്ധിജീവിയാണെന്നാണ് കുറേ മനുഷ്യർ അദ്ദേഹത്തെക്കുറിച്ച് ധരിക്കുന്നത്. യുക്തിവാദികളിൽ ഇച്ചിരി മര്യാദക്കാരനുമാണ് അയാൾ. മര്യാദക്കാരനായത് എന്തുകൊണ്ടെന്നറിയോ? യുക്തിവാദിയിൽ മര്യാദക്കാരാണ്. എന്താ സംഭവം എന്നറിയോ? യുക്തിവാദമൊക്കെ ഇപ്പം മാറിപ്പോയില്ലേ. പണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഇസ്ലാമിനെ മാത്രമേ വിമർശിക്കുള്ളൂ. ഇപ്പോഴത്തെ യുക്തിവാദികൾ, രവിചന്ദ്രൻ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, ഖുർആനിനെതിരെ, ഇസ്ലാമിനെതിരെ മാത്രം. പിന്നെ ഒന്നും അവർക്ക് വിഷയമല്ലാണ്ടായി. അതിനെ എതിർത്ത യുക്തിവാദി നേതാവാണ് ഇയാൾ. അതാണ് ഞാൻ മര്യാദക്കാരൻ പറഞ്ഞത്. അത് ശരിയല്ല. ഇസ്ലാമിനെ മാത്രം എതിർക്കുന്ന ഒരു യുക്തിവാദം ശരിയല്ല എന്ന് പറഞ്ഞ യുക്തിവാദിയാണ് ഞാൻ പറയുന്ന തിരുവനന്തപുരത്തെ ഈ ബുദ്ധിജീവി. അതിനൊരു അഭിമുഖത്തിൽ പറയുകയാണോ, ദൈവം ഇല്ല. തെളിവ് കൊതുക്. 1450 കൊല്ലം മുമ്പ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ പറഞ്ഞത് ഈ ഉപമ വെച്ച് തന്നെ ഞാൻ പിഴപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ ഉപമ വെച്ച് തന്നെ ഞാൻ പിഴപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? ദൈവമില്ല എന്നതിന് തെളിവ് കൊതുക്. അതാണ് നമ്മുടെ വിഷയം. കൊതുക. എന്തേ കൊതുക് തെളിവാകുന്ന ഇങ്ങനെ? മനുഷ്യന് ഒരു ഉപകാരമില്ലാത്ത, മനുഷ്യർക്കൊക്കെ ഏറ്റവും വലിയ മാരകമായ രോഗങ്ങൾ പരത്തുന്ന കൊതുകിനെ ദൈവം ഉണ്ടെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇനി ദൈവമാണ് സൃഷ്ടിച്ചെങ്കിൽ പഴച്ചു. ദൈവത്തിന് പഴച്ചു. എന്തിനെ സൃഷ്ടിച്ചപ്പോ? കൊതുകിനെ സൃഷ്ടിച്ചപ്പോ. വിശ്വാസി എന്താ ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളല്ല, വിശ്വാസികളല്ല, ഭൗതിക ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് ആരോഗ്യ ശാസ്ത്രരംഗത്തെ ഗവേഷകർ കൊതുകിനെ കുറിച്ചുള്ള വലിയ ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. കൊതുകിനോട് ഇഷ്ടം കൊണ്ടൊന്നല്ല, രോഗപ്രതിരോധത്തിന് വേണ്ടി, പകർച്ചവ്യാധികളെ തടയുന്നതിന് വേണ്ടിയുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങൾ കൊതുകിനെ കൂടി പഠിക്കാൻ അവർ നിർബന്ധിച്ചു. കാരണം കൊതുക് വഴി കുറേ രോഗാണുക്കൾ, പല രോഗങ്ങൾ പകരുന്നല്ല. അപ്പം ഈ രോഗാണുക്കളെ കുറിച്ച്, അതിനുള്ള ചികിത്സയെക്കുറിച്ച്, അതിനുള്ള പ്രതിരോധത്തെക്കുറിച്ച് ഗവേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായി കൊതുകിനെ കുറിച്ചും ഗവേഷണങ്ങൾ നടന്നു. മൗലിമാരെല്ലാം നടത്തിയിട്ടാ. ഭൗതിക ശാസ്ത്രജ്ഞന്മാർ അവർ കണ്ടെത്തിയ വിവരത്തിലൊന്നാണ്, ആ പറക്കുന്ന ചിറകിൻ്റെ ഉള്ളിലും ഒരു ഫ്രെയിം ഉണ്ട്, എല്ലുകളുള്ള ഫ്രെയിം. അതിൻ്റെ ഉള്ളിലെല്ലാം, അതിൻ്റെ കണ്ണ് എല്ലാ വശത്തേക്കും തിരിക്കാൻ പറ്റും. കൊതുകിൻ്റെ കണ്ണ് ഗവേഷകർ പറഞ്ഞതാ, മുഫസ്സിറുകൾ പറഞ്ഞതല്ല. ഗവേഷകർ, മതമില്ലാത്തവർ, എല്ലാ ഭാഗത്തേക്കും തിരിക്കാൻ പറ്റും കൊതുകിൻ്റെ കണ്ണുകൾക്ക്. കഴിഞ്ഞ അതിൻ്റെ കാലുകൾ എത്ര വലുപ്പമുണ്ട്? കൊതുകിൻ്റെ കാലുകൾ. അതിൽ എല്ലുണ്ട്, അതിൽ മുട്ടുണ്ട്, അതിൽ മജ്ജയുണ്ട്. കൊതുകിൻ്റെ കാലത്ര? അതിൽ എല്ലുണ്ട്, അതിൽ മുട്ടുണ്ട്. മുട്ടൊക്കെ വേണ്ടേ? നമ്മുടെ കാലിൽ മുട്ടില്ലേ? മജ്ജയുണ്ട്. അത്യുന്നതനായ റബ്ബിനെ കുറിച്ച് അറിയണം നമ്മൾ. പിന്നെ നമുക്ക് വന്ന് കുത്തി ചോര വലിക്കുന്നു എന്നുള്ള വിവരമല്ലേ ഉള്ളൂ. അല്ല,
ആദ്യം ചോര വലിക്കില്ല പ്രിയപ്പെട്ടവരെ. കൊതുക് ആദ്യം ചെറിയൊരു കത്തി ഉപയോഗിച്ചൊന്ന് പൊട്ടിക്കും. കൊതുകിൻ്റെ മുന്നിലുള്ള കത്തിയില്ല, ഉണ്ട്. ഗവേഷകർ പറയാം, കത്തി, കുഞ്ഞി കത്തി കാണൂല, നമുക്ക് പൊട്ടിക്കും. എന്നിട്ട് ഒരു കുത്തും മയക്കാൻ, ഈ ആളെ മയക്കാനുള്ള മയക്കുമരുന്ന് കുത്തി വെക്കും. അടുത്ത കുത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നാണ് അടുത്തത്. പിന്നെയാണ് വലിച്ചെടുക്കല്. ഏത് മെഡിക്കൽ കോളേജിലാണ് കൊതുക് പഠിച്ചത്? ഏത് മെഡിക്കൽ കോളേജിലാണ് കൊതുക് പഠിച്ചത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നിസ്സാരമായ ജീവിയെ എല്ലാ അവയവങ്ങളോടും കൂടി, മസ്തിഷ്കമുണ്ട് കൊതുകിന്, എല്ലാ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുമായിട്ടാണ് കൊതുകിനെ പടച്ചതെങ്കിൽ ഈ മുത്തം മനുഷ്യന്മാരെ പടച്ച റബ്ബിന് നമ്മളെ എല്ലാ അടക്കവും എല്ലാം നിരീക്ഷിക്കാൻ കഴിയും. ഈ കൊതുകിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന റബ്ബിന്, അതുപോലെ സൃഷ്ടിക്കാൻ കഴിയുന്ന റബ്ബിന്, നമ്മളെ പടച്ച റബ്ബിന്, ഈ വലിയവനെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന, ഞങ്ങളെക്കാരായെന്ന് വിചാരിക്കുന്ന ഈ മനുഷ്യരെ പടച്ച റബ്ബിന് ഒരു പ്രയാസമുണ്ടെന്ന് വിചാരിക്കാൻ. ആ കൊതുകിൻ്റെ പഠനം പോലും നമ്മുടെ ഈമാൻ റബ്ബിനോട്, റബ്ബന മാ ഖലഖ്തഹാ ബാത്തിലാ, കൊതുക് കാരണം തെളിവ്, അള്ളയില്ല എന്നുള്ളതിന് തെളിവ് കൊതുക്. വിശ്വാസികൾ കൊതുക് അള്ളാന്റെ മഹത്വം, സൃഷ്ടിപ്പിലെ വൈഭവം, ശക്തി, വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ആത്മീയമായ അറിവിന്റെ സാന്നിധ്യത്തിലാണ് ഭൗതികമായ അറിവ് വരുന്നെങ്കിൽ വിശ്വാസിക്ക് അത് പ്രയോജനപ്പെടുത്താം. വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ അവന് ഭൗതികമായിട്ട് ചിലപ്പോൾ ഹലാലായ കാര്യമായിരിക്കും, ചിലപ്പോൾ ഹറാമായ കാര്യം, അതിലേക്ക് ഇങ്ങനെ പോകും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച്, റബ്ബിനെ കുറിച്ച് പറഞ്ഞ മൂസാ നബി അറിയപ്പെടുന്നത് അത്ഭുതകരമാണ്. ഈ കൊതുകിന്റെ കാര്യത്തിൽ റബ്ബ് നല്ലത്, ഈ എല്ലാറ്റിനെയും പടച്ച റബ്ബ് ഓരോന്നിന് അതിനാവശ്യമായ മാർഗനിർദ്ദേശം കൊടുത്തു. കൊതുകിന് വേണ്ട കൊടുത്തിട്ടുണ്ടേ. കൊതുകിന്റെ ഇര തേടലല്ലാതെ നമുക്ക് വലിയ ശല്യല്ലേ കൊതുക്. അതെ, നമ്മ പഠിക്കും, കൊല്ലും പറ്റിയ എന്നാൽ രക്ഷപ്പെട്ടു. നമ്മള് കൊതുക് പോലെ കിടന്നുറങ്ങും, കൊതുക് തിരി കത്തിക്കും, പുറത്തിറങ്ങണ്ടേ. നമ്മളാ മാടിനെ അഴിച്ചു കെട്ടാൻ പോകണ്ടേ, നമുക്ക് നമ്മുടെ തോട്ടത്തിലേക്ക് നമുക്ക് പോകണ്ടേ. കൊതുകിനെന്താ തടസ്സം? വലയിൽ ഇരുന്നിട്ടാ, വല കൊണ്ട് മൂടിയിട്ടാ നമ്മ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. എന്തെല്ലാം രോഗാണുക്കൾ, റബ്ബിന്റെ കാവല് മാത്രം. അവിടെയും വിശ്വാസിക്കണ്ട, ഈ കൊതുക് വഴി അനേകം മാരകമായ രോഗങ്ങൾ പരക്കുന്നുണ്ട്. അതിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കാൻ റബ്ബിനല്ലാതെ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിലേക്ക് വിശ്വാസം വരികയാണ്. കൊതുകിനെ കുറിച്ചുള്ള പഠനത്തിൽ പോലും അള്ളാഹു യഥാർത്ഥ ഈമാനുള്ള, അള്ളാഹുവിനും ആഖിറത്തിലും റസൂലിലും ഖുർആനിലുമല്ല യഥാർത്ഥ ഈമാനുള്ള സത്യവിശ്വാസ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കൾ, മുസ്ലിം വീട്ടിലെ മക്കൾ, നിസ്കാരമുള്ള വീട്ടിലെ മക്കൾ, ആണും പെണ്ണും, അവര് നിരീശ്വരവാദത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാഗ്രത വേണം. ജാഗ്രത എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല പരിഹാരമായിട്ട്. നമ്മൾ മതവിജ്ഞാനം അവർക്ക് ലഭിക്കാവുന്ന ഒരു സന്ദർഭവും നാം അവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നൊരു ഖേദകരമായ. അപ്പം നമ്മുടെ സങ്കടത്തിന് എന്താ അർത്ഥം? നമ്മുടെ ജാഗ്രതയ്ക്ക് എന്താ അർത്ഥം? ദീനിനെക്കുറിച്ച് കിട്ടുന്ന ഇൽമുകൾ നേടിയെടുക്കാവുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചും നമ്മൾ വരുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. മക്കൾക്കില്ല, ഭാര്യമാർക്കില്ല, പെൺമക്കൾക്ക് തീരെയില്ല, ആൺമക്കൾക്കില്ല, പേരക്കുട്ടികൾക്ക് തീരെയില്ല. പള്ളിയിൽ പോലും കൊണ്ടുവരുന്നില്ല. അവധി ദിവസം വെള്ളിയാഴ്ച വരുവല്ലോ, അവൻ പള്ളിയിൽ കൊണ്ടുവരുന്നുണ്ടാവും. മക്കളെയും പേരമക്കളെയും കൊണ്ടുവരുന്നുണ്ടാവും, ഭാര്യയെ കൊണ്ടുവരുന്നുണ്ടാവും. ഖുതുബയിലൂടെയെങ്കിലും ദീനിൻ്റെ ഇൽമു പഠിക്കാൻ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സമയത്താണ് മകൻ ചോദിക്കുന്നത്, നിസ്കരിക്കുന്ന വാപ്പയോട്, നിസ്കരിക്കുന്ന ഉമ്മയോട്, മാളിയോട്, ഉമ്മ ഈ ആവശ്യമില്ലാത്ത പണി എന്തിനു ചെയ്യണ്
ഈ വേനൽക്കാലത്തൊക്കെ കഷ്ടപ്പെട്ട് നോമ്പ് പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മകള് ചോദിക്കുന്നൊരവസ്ഥയിൽ പല മുസ്ലിം വീടുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെയും നമ്മുടെ സന്തതികളെയും പേരമക്കളെയും എല്ലാം അള്ളാഹു യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു ഭരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ കുടുംബത്തിന് ഒരു ദീനീ അവസ്ഥ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ മറ്റന്നാൾ ഞായറാഴ്ച ചെങ്കാപ്പിനി കിഴക്ക് ചർക്കൽ എന്ന് പറയും സലഫി സെൻറ്റർ പള്ളിയുടെ മുൻവശത്തിട്ട പന്തലിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒന്നിച്ച് കുടുംബം ഉസ്റത്തുൻ ഹസന, ഉത്തമ കുടുംബം എങ്ങനെയെന്ന് നിങ്ങളൊക്കെ കേൾക്കാൻ കൊതിക്കുന്ന എപ്പോഴും കിട്ടുന്നൊരു പണ്ഡിതനല്ല അൻസാർ നന്മണ്ട. ഇവിടെയൊക്കെ വളരെ കുറവ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ തഖ്വയുള്ള പ്രസംഗം കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരും ഉദ്ദേശിച്ച് ഉത്തമ കുടുംബം എങ്ങനെ എന്നത് 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെ നടക്കുകയാണ്. നമ്മളെ കൂടി ഇവിടെ നോട്ടീസ് കൊണ്ടുവരികയും പള്ളിയിൽ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളെ അതിലേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യപ്പെട്ടു എന്നതുകൊണ്ടുകൂടിയാണ് നിങ്ങളെ മിമ്പറിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ടാണ്. സാധാരണ ഒരു മീറ്റിംഗ് അല്ല, ഈ വിഷയത്തിൻ്റെ ഗൗരവം മിമ്പറിൽ നിന്ന് തന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.